യെസ് യുവരാജ തുടരാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതൊരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ PR ശിവശങ്കർ ആയിരുന്നു മുഖ്യ കഥാപാത്രം എന്നുണ്ടെങ്കിൽ എം ശിവശങ്കർ ആയിരുന്നു മുഖ്യ കഥാപാത്രം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് നമ്മുടെ P ശശിയും ADGP ഒക്കെ തന്നെ രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരിൽ ഇത് കൊള്ളക്കാരെയും കള്ളന്മാരെയും തിരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിൻ്റെ ചുറ്റും നിർത്തുന്നതാണോ അതോ അവിടെ എത്തുമ്പോൾ ആൾക്കാർ ചീത്തയാകുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കേരള പോലീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്ത് നിൽക്കണം നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇത് അവിടെ നിൽക്കുന്നവരാണോ? യുവരാജ് 2016 ഇതേ മുഖ്യമന്ത്രിയാവുന്നതിൻ്റെ തലേ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ ഇയാൾ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അതായത് ഇതിന്റെ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ കറങ്ങി നിൽക്കുന്ന കുറെ പേരുണ്ടല്ലോ, ഈ ദല്ലാൽമാര്, അവരെല്ലാം ചൂലെടുത്ത് ഇവരെല്ലാം ശ്രദ്ധിക്കണം. പല അവതാരങ്ങൾ വരും. ഈ അവതാരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിലാണ്. അതെ, ഇപ്പൊ അദ്ദേഹം തന്നെ ഒരു അവതാരമായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ള. ഇത് ബാലചന്ദ്ര മേനോന്റെ ഒരു സിനിമയുണ്ട്, അതിനകത്ത് മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയിട്ട് പകരം അദ്ദേഹത്തിന്റെ അതേ മുഖച്ഛായയുള്ള വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് മുഖ്യമന്ത്രിയെ കൊണ്ടിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെന്തായാലും ഇത്തവണ അങ്ങനെയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു കുറെ ഗുണ്ടാ സംഘങ്ങൾ ചേർന്നിട്ട് ഇപ്പൊ കേരള സെക്രട്ടേറിയറ്റിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തമനായ ഒരു ഗുണ്ടയ്ക്ക് മാത്രമേ അതിനെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും എല്ലാ ലക്ഷണ തികവുകളും ഒത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ അതിനകത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാട്ടിലെ മരം തേവരുടെ ആന ഇത് ഏതാ ആന എന്നൊന്നും പറയരുത് സാർ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ആന അവിടെ നിറക്കി വിട്ടതേ ഉള്ളൂ. അശ്വത്ഥമാവ് എന്ന ആന എന്നൊക്കെ പറയുന്ന വേറൊരു ആന അവിടെ നിറക്കി വിട്ടിട്ട് അധികകാലം ആയിട്ടില്ല. അപ്പോൾ പുതിയ ആനകൾ ഇങ്ങനെ അവിടെ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസമായിട്ട് കേരള പൊളിറ്റിക്സ് നോക്കിയിട്ട് ഇത് എവിടെ എന്താണെന്നുള്ളത്, ഇത് നമ്മൾ അൻവറിൻ്റെ ഒപ്പമാണോ നിൽക്കേണ്ടത്, ADGPയുടെ ഒപ്പം നിൽക്കണോ, അതോ P ശശിയുടെ ഒപ്പമാണോ, അതോ മുഖ്യമന്ത്രിയുടെ ഒപ്പമാണോ, ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കൊള്ള സംഘം അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദ മാഷയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ എന്താ പാർട്ടി പെട്ടെന്നൊന്നും അന്വേഷിക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അല്ല, പാർട്ടി അന്വേഷിച്ച ഒരുപക്ഷെ ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെ അകത്ത് പോകുന്നതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്, മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് മുഖ്യമന്ത്രിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവർക്ക് അകത്തിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഒന്ന് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആദ്യം അകത്തു പോകേണ്ട ആൾ അദ്ദേഹമാണ്. കാരണം കേരളത്തിലെ പോലീസ് ADGPയുടെ ഉൾപ്പെടെ ഫോൺ അദ്ദേഹം ഏത് തരത്തിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തു എന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ കേരളത്തിലെ ADGPയുടെ ഫോണിന് പ്രൈവസി ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെയോ നിങ്ങളുടെ ഈ പാനലിലിരിക്കുന്ന ആരുടെ ഫോണിനാണ് ഇവിടെ പ്രൈവസി ഉള്ളത്? വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ പ്രൈവസിയെ ബ്രീച്ച് ചെയ്തിരിക്കുകയാണ്. ഭരണഘടനയുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. 2 ദിവസമായിട്ട് മുഖ്യമന്ത്രി ചിരിച്ച് കളിച്ച് വേറെന്തൊക്കെയോ പറഞ്ഞ് വിഷയം ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്രയും ഗ്രേവ് ആയിട്ടുള്ള ഇഷ്യൂവിനെ ചർച്ച ചെയ്യുന്നില്ല. കാരണം അവർക്ക് മുമ്പിലേക്ക് മറ്റു പലത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ADGP മുൻകൈ എടുത്തിട്ട് ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു, ഒരു റേപ്പ് നടത്തിയിരിക്കുന്നു. നോക്കൂ, കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു പോലീസ് സേനയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബണ്ടി ചോർ എന്നൊക്കെ പറയുന്ന ഒരു ക്രിമിനലിനെ മുംബൈ പോലീസ് അന്വേഷിച്ചിട്ട് പോലും അവരുടെ പിടിയിൽ പോലും നിൽക്കാതിരുന്ന ഒരു ക്രിമിനലായിരുന്നു. ആ ക്രിമിനലിനെ പോലും പൂട്ടിയ ചരിത്രം കേരള പോലീസിനാണുള്ളത്. ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള പോലീസാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ആഭ്യന്തരമന്ത്രിയായി വന്നു തുടങ്ങിയതിന് ശേഷം കേരള പോലീസിൻ്റെ ഗ്രാഫ് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴേക്ക് തന്നെയാണ്. കാരണം ഉള്ള കൊള്ളക്കാരെയും ബലാത്സംഗക്കാരെയും വാളയാറിലായാലും ശരി വണ്ടിപ്പെരിയാറിലായാലും ശരി വിട്ടുകൊണ്ടിരുന്ന ഇടത്തു നിന്ന് തുടങ്ങി. അത് DYFIക്കാരെ രക്ഷിച്ച് വിട്ടുകൊണ്ടിരുന്നിടത്തുനിന്ന് തുടങ്ങിയിട്ട് ഇന്ന് സ്വർണം പൊട്ടിക്കൽ കേരള പോലീസ് നേരിട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് എന്താണ്, കൊലപാതകം പോലീസിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ചെയ്ത് കുഴിച്ചുമൂടി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് ബോർഡ് വെക്കേണ്ട അവസ്ഥയാണ് DGP ഓഫീസിൻ്റെ മുമ്പിൽ. അതുപോലെ തന്നെ ഇപ്പോൾ മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കേസ് അന്വേഷിക്കുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ തൊഴുത്തിൽ കുത്ത് അല്ലെങ്കിൽ വിഴുപ്പലക്കൽ എന്നൊക്കെ പറയുമല്ലോ, കേരളത്തിലെ ഒരു കൂട്ടം കൊള്ളക്കാർ ഇറങ്ങി വന്ന് നിന്നിട്ട് വിഴുപ്പലക്കുകയാണ്.
കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. ഇതാണ് നമ്പർ 1 കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കുറച്ച് നാളായിട്ട് PR ചെയ്ത് നമ്മളിങ്ങനെ തള്ളിപ്പിടിച്ച് വെച്ചേക്കുമായിരുന്നു കേരള നമ്പർ 1 കേരള നമ്പർ 1 എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളിലും നമ്പർ 1 ഏതിലാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് തന്നെ ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയമായിട്ട് നമ്മളിതിനെ നിരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, എനിക്കറിയില്ല ഇതിൽ ഏത് കള്ളൻ്റെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം എനിക്കറിയില്ല.